Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇനി എന്നൊക്കെയുണ്ട് വിശേഷവും ചോദിക്കുവാന്നേൽ ഇന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാടൻ ഒരു ഭക്ഷണമാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചൊന്ന് പുറത്തോട്ട് പോകാമെന്നേ. പക്ഷെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ എപ്പോഴും നമ്മൾ ഇറ്റാലിയൻ ആയാലും കോണ്ടിനെൻ്റ് ആയാലും എന്നാ വെച്ചാലും നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ വെച്ചേ ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കത് തരക്കേടില്ലാതെ കൊണ്ടുപോകാൻ നോക്കുവേ. അതുകൊണ്ട് ടെൻഷൻ ആക്കണ്ട. നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഡ്രൈ ഡിഷാണ്. ഇതിന്റെ പേരെന്നാന്നല്ലേ ഒരു കൺഫ്യൂഷൻ. ഇന്നത്തെ ചിക്കന്റെ പേരാണ് എന്ന് പറയുന്നത് ഒരു വിസ്കിയാന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഇപ്പം ഇതെല്ലാം പൂട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇതിനകത്തോട്ട് വിസ്കി ചേർത്തേച്ച് അതിനൊന്ന് റിസ്കി ആക്കി മാറ്റുമൊന്നും വേണ്ട. ഇന്ന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് റെഡ് വൈനാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ എഴുതിക്കോ. ഇതിനകത്ത് വേണ്ടിയത് മെയിനായിട്ട് നമുക്ക് ബ്രസ്റ്റ് പീസാണ് വേണ്ടിയത്. ഇതിനെ ഞാൻ എന്നാ ചെയ്തതെന്നറിയോ, സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളിയുടെ പൊടിയാണ്. ഇത് മേടിക്കാൻ കിട്ടുവേ. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ അന്നേൽ ഇച്ചിരി കുരുമുളക് പൊടി. ഇത് സോയാ സോസാന്നു. ഈ സോസ് എന്ന് പറയുന്നത് സിറിറാച്ച സോസാണ്. ഇതിനകത്ത് ഫ്ലേവർ എന്നാന്ന് വെച്ചാൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു സാഷേ കിട്ടും, ആ മസാല. ആ മസാലയ്ക്കകത്തോട്ട് ഒരു ഇച്ചിരി കെച്ചപ്പ് ചേർത്താൽ ഉണ്ടാവുന്ന ടേസ്റ്റാണ് ഇതിനുള്ളത്. സപ്പോസ് ഈ സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി സോസാണ്, പിന്നെ വേണ്ടിയത് ഇച്ചിരി ഒലീവ് ഓയിലാണ്, പിന്നെ കുറച്ച് കോൺസ്റ്റാർച്ച്, പിന്നെ വേണ്ടിയത് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്കാണ് വേണ്ടിയത്. പിന്നെ ഇതാന്നു ഞാൻ പറഞ്ഞ വൈന്. ഇത് റെഡ് വൈനാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ വിസ്കിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് തേന്, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി. ഇത്രയും സാധനമാണ് വേണ്ടിയത്. പിന്നെ ഉള്ളത് ഇച്ചിരി ഉപ്പാ. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 2 hours വെക്കണം. പക്ഷെ നമുക്കതിന് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും, ഇപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് നമുക്ക് വറുത്തെടുക്കേണ്ടി വരും. വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം സോസിനകത്തോട്ട് ഇട്ട് നമുക്ക് ഇച്ചിരി നേരം അതിനെ ആ ചിക്കനകത്തോട്ട് അതിൻ്റെ ആ സോസ് എല്ലാം നമുക്കൊന്ന് ചേർക്കാവേ. അല്ലാതെ ഒക്കെയല്ല. നമുക്കിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് അഥവാ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ധൃതി ആന്നേ തന്നെ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചിക്കൻ ഇടുക. നെക്സ്റ്റ് വേണ്ടിയത് ഇവിടെ ഞാൻ ഉള്ളിയുടെ പൊടി, വെളുത്തുള്ളിയുടെ പൊടി ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഇതിനകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂണോളം ഉള്ളിപ്പൊടി ഇടുക. പിന്നെ വെളുത്തുള്ളി ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. അതായത് 1.5 ടീസ്പൂൺ ആന്നു വെളുത്തുള്ളി ചതച്ചത് 1 കിലോയ്ക്ക് ഇടുന്നത്. പക്ഷെ പൊടി ആയതുകൊണ്ട് ഇതിനൊരു ഇച്ചിരി എന്നാ പറയുക, ഒരു വെളുത്തുള്ളിയുടെ ഒരു കടുപ്പ് കൂടുതലാണ്. അന്നേരം അത്രയും ഇടണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ മതി. അഥവാ ഇച്ചിരി പോരാന്ന് തോന്നുവാന്നേൽ ഇച്ചിരി കൂടി ചേർത്തു. പിന്നെ ചിക്കൻ ഒരു ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അത് കണക്കാക്കിക്കോണം. ഇപ്പം ഞാനൊരു 2 ടീസ്പൂൺ നിറച്ചിടുവാന്നേ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ആന്നേൽ നമ്മുടെ സോയാ സോസ്, ഇത് നല്ല കട്ടി സോയാ സോസ് ആന്നു. അതുകൊണ്ട് ഒരു 2 ടീസ്പൂണോളം ഒഴിക്കുക. പിന്നെ സിറിറാച്ച സോസ്, അതും ഒരു 2 ടീസ്പൂൺ. ഇതൊന്നും പോരാന്ന് തോന്നുവാന്നേൽ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയും, അതായത് സ്വീറ്റ് ചില്ലി സോസാണ്. സ്വീറ്റ് ചില്ലി അല്ല, ചില്ലി ഗാർലിക് സോസാണ് നമുക്ക് വേണ്ടിയത്. അഥവാ സോസ് കിട്ടുവാന്നേൽ ഇതേപോലെ 2 ടീസ്പൂൺ ചേർക്കുക.
അല്ല ഗാർലിക്കും ചില്ലി സോസും ചേർക്കുന്നെങ്കിൽ ഗാർലിക് ഒരു എന്നാ പറയുക ഒരു 1.5 ടീസ്പൂൺ മോളവും വേണ്ട, 3/4 ടീസ്പൂൺ മതി. കാര്യം നമ്മൾ വെളുത്തുള്ളിയുടെ പൊടി ഇട്ടായിരുന്നു നേരത്തെ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ചില്ലി സോസ്, അതും 2 ടീസ്പൂണോളം. ഇനി ഇതിന് ആവശ്യമുള്ള എണ്ണ അത് മാത്രം. ഇപ്പം ഡ്രൈ ഫ്രയറിലൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്തോളൂ. അതല്ല ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഇല്ല എന്ന് വെച്ചു, അന്നേരം നമുക്ക് എന്നാ ചെയ്യാം, ഇത് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും മതിയേ. ഒരു വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചേക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു പൊടിക്ക്, അതായത് നമ്മുടെ ഇട്ടേക്കുന്ന പൊടിയും സോസും എല്ലാം വാട്ടർ ചെയ്യല്ലേ, അന്നേരം വെള്ളം പോലെ ഇരിക്കുമ്പോഴത്തേന് അതിനകത്ത് ആ ചിക്കനകത്തോട്ട് പിടിക്കാൻ ഒരു ഇച്ചിരി പ്രയാസം കാണുവേ. അന്നേരം അതെല്ലാം ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ചേർക്കുക. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുക, പക്ഷേ നമ്മൾ ചേർക്കുമ്പോഴത്തേന് ഇച്ചിരി ഏറ്റക്കുറച്ചിലൊക്കെ വരുവേ. അന്നേരം അത് കണക്കാക്കി ചേർത്തേച്ചാൽ മതി. എന്നാൽ മീൻ പെരട്ടുന്ന പോലെയൊക്കെ ഇതൊന്ന് പെരണ്ട് ആ ചിക്കനേൽ നല്ലതായിട്ടിരിക്കണം, അതേ ഉള്ളൂ കണക്ക്. അതുകൊണ്ട് ഇത്ര സ്പൂണേ ഇടാവുള്ളൂ എന്നൊന്നും ഞാൻ പറയുകയല്ല. ഈ സമയത്ത് ഒരു ഇച്ചിരി ഉപ്പൊക്കെ നോക്കിക്കോണം. അഥവാ ഒരു ഇച്ചിരി ഉപ്പിനൊക്കെ ഇച്ചിരി കുറവാന്ന് തോന്നുവാണേൽ ഒരു പൊടിക്ക് ഇച്ചിരി ഉപ്പിട്ടേച്ചാൽ മതി. കൂടുതലൊന്നും ചെയ്യൽ. ചേർത്തേക്കുന്ന സോസൊക്കെ ഉണ്ടല്ലോ, എന്നാ ഉപ്പാന്നറിയാവോ. അന്നേരം പിന്നെ സോസ് അഥവാ ഇത് മതി എന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ചിക്കനകത്തോട്ട് ഉപ്പ് പിടിക്കുന്നതായിട്ടൊന്നും നോക്കണ്ട. ആ ഒരു മാരിനേഷനുള്ള ഉപ്പ് മാത്രം മതി, വേറെ ഒന്നും ചിന്തിക്കല്. പിന്നെ സോസിന് ഉപ്പ് ചേർത്തേച്ച് നമുക്ക് ചിക്കനകത്തോട്ട് അത് പിടിച്ചോളും. അത്രേ വേണ്ടുള്ളൂ. ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാന്നു ഞാൻ ഡയറക്റ്റായിട്ട് ഇപ്പോൾ വറുക്കാനായിട്ട് പോവുകയാണേ. പാനിനകത്തോട്ട് ഒലീവ് ഓയിൽ ഒത്തിരി വേണ്ട. നമ്മൾ അതായത് മീനൊക്കെ വറുത്ത് കോരുന്ന കൂട്ട് ഒരുപാട് ഒഴിച്ച് നമുക്ക് വറുത്ത് കോരണ്ട. ഒരു ഇച്ചിരി ഒഴിച്ചേച്ച് അത് നല്ല ചൂടാവുമ്പം ഈ ചിക്കൻ എന്നാ ചെയ്യണമെന്നറിയാവോ, ആ കോൺസ്റ്റാർച്ചിലോട്ടിട്ട് ഒന്ന് പെരട്ടിയിട്ട് ഉടനെ തന്നെ നമ്മുടെ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഒത്തിരി ബ്രൗൺ ആവല്ല, ഒരു ഇച്ചിരി എന്നാ പറയുക കട്ട്ലേറ്റിനോളോ മൂക്കണ്ട, എന്നാൽ ഒരു ഇച്ചിരി ബ്രൗൺ ആവണം. ആ കണക്കിനായിട്ട് എടുത്താൽ മതിയേ. എണ്ണ നല്ല ചൂടായിരിക്കുവാന്നേ. ഇതിനകത്തോട്ട് ഓരോ പീസായിട്ട്, അതായത് മാരിനേഷൻ നമുക്ക് ഒരുപാട് വേണ്ട, ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി എടുക്കുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് എക്സസ് ആയിട്ട്, അതായത് അധികം കോൺസ്റ്റാർച്ച് ഇതിനകത്തോട്ട് ഇരിക്കണ്ട, ഒരുപാട് തട്ടിക്കളഞ്ഞേച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഒരുപാട് പൊടി വേണ്ട. ഇറച്ചി ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ തീ അങ്ങോട്ട് കൂട്ടിയേക്കരുത്, ഒരുപാട് അങ്ങ് പെട്ടെന്ന് മുരിഞ്ഞു പോവേ. അത് വേണ്ട, സമാധാനത്തിൽ മരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ട് ഇടുകയും ചെയ്യരുത്. ഒറ്റയടിക്ക് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊതുവേ ഉണ്ടൊരു എന്നാ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് മറിച്ചേച്ച് അങ്ങ് വറുത്തെടുക്കുന്നത്. അങ്ങനെ വേണ്ട, പതുക്കെ പതുക്കെ ഇച്ചിരി ഇച്ചിരിയായിട്ട് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി. അന്നേച്ച് ഒരുപാട് മൂത്തും പോകരുത്, ഒരു ബ്രൗണിഷ് ഷെയ്ഡ് അത്രയും മാത്രം മതി. അത് ധൃതി കൂട്ടി എടുക്കുകയും ചെയ്യരുത്, നല്ല മുരിയണം. ഏകദേശം വേണ്ട ഈ ഒരു ചിക്കൻ്റെ ഒരു ബ്രൗൺനെസ് ഇല്ലേ, ആ ബ്രൗൺനെസ് കീപ്പ് ചെയ്താൽ മതി. ഇനി ചിക്കൻ വറുത്ത് വെച്ച് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചീനച്ചട്ടി നല്ല ചൂടാന്നേ, അന്നേരം ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ പിന്നെയും വെച്ചേക്കരുത്. ഇനി എന്നാന്ന് വെച്ചാൽ ഒന്നും വഴറ്റാനും പിടിക്കാനും അങ്ങനെ ഒന്നും ഇല്ല. ആദ്യമേ ഒരു ഇച്ചിരി 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. അന്നേച്ച് അതിൻ്റെ പുറകെ തന്നെ എല്ലാം അങ്ങ് ചേർത്തേക്കണം. ആദ്യം എന്നാ ചേർക്കാൻ പോകുന്നതെന്നറിയാവോ, ഇഞ്ചി ചേർത്തേച്ച് ബാക്കിയെല്ലാം ഓരോന്നായിട്ട് അങ്ങ് ചേർത്തു. ഇഞ്ചി മാത്രം ഒരു ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. എല്ലയിലുണ്ടല്ലോ പിന്നെ ആ ഒരു ഇഞ്ചിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി ഒരു കുത്തലുണ്ട്, ആ കുത്തലൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇച്ചിരി മൂത്താലേ ഒക്കത്തുള്ളൂ.
ഇപ്പം നമ്മൾ അരിഞ്ഞൊക്കെ ഇടുവാന്നേൽ അതാണേലും ഒന്ന് സോട്ട് ചെയ്തോളൂ, ഒന്ന് വഴറ്റിയെടുത്തോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഇഞ്ചി കടിക്കുമ്പോൾ എങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഒത്തിരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ തീ പിന്നെ നല്ലതായിട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് ഒരിച്ചിരി ഹണി ഒഴിക്കണം. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചോ. ഒത്തിരി മധുരിക്കാൻ പാടില്ല. പിന്നെ ഒരിച്ചിരി മുളക് പൊടി. ഇതെല്ലാം ടീസ്പൂൺ കണക്കിന് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്തു. അതേപോലെ തന്നെ സോയാ സോസ്. നമ്മുടെ ചിക്കനേൽ കോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് വേണേ. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക്. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കിക്കോണം. നമ്മൾ അഥവാ ചിക്കൻ്റെ സ്റ്റോക്ക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ച് വേണം ഉപ്പ്. അതിന് ഇച്ചിരി ഉപ്പുള്ള കൂട്ടത്തില്ല. പിന്നെ ഇതാണേൽ മധുരമുള്ള വൈനല്ല, അല്ലാത്ത വൈനാ. ഇതാ ഞാൻ പറഞ്ഞ് ഇതിന് പകരം ശരിക്കും പറഞ്ഞാൽ ബർബൺ വിസ്കിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് വേണ്ട കേട്ടോ. ഇത് നല്ല പ്ലെയിൻ നല്ല വൈനാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചോ. ഇനി ഹൈ ഫ്ലെയിമേ വെച്ചോ, ഒരു കുഴപ്പമില്ല. ഇതിനകത്തോട്ട് ഒരു നുള്ളു കോൺസ്റ്റാർച്ച് ചേർക്കുവാന്നേൽ ഒന്ന് കുറുകി കിട്ടും. അത് ഓപ്ഷണലാണു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാര്യം എന്നാന്നോ, നമുക്ക് ഇത്രയും ചിക്കൻ ഇല്ലേ, ഈ ചിക്കൻ ഇതിനകത്തോട്ടൊന്ന് കോട്ടാവാനാണ് നമ്മളത് ബൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം പോലെ കിടന്നാലുള്ള പ്രയാസം എന്നാന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ ആ ക്രിസ്പിനെസ് പോയിട്ട് അതും ഞാൻ പറഞ്ഞില്ല ഭയങ്കര സോഫ്റ്റായി മാറും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കോൺസ്റ്റാർച്ചും കൂടി ഇട്ടേച്ച് ബൈൻഡ് ചെയ്തെടുപ്പിക്കുന്നത്. ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസാണ്. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ സോസിനകത്ത് വരണം. ഈ സോസിനകത്ത് ഉപ്പ് കാണുകയില്ല. അത് മാത്രം ഒരിച്ചിരി ഒരു നുള്ള് ചേർത്തേച്ചാൽ മതി. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള്. നമുക്കറിയാലോ, എന്നുവെച്ചാൽ നാവേ വെച്ചൊന്ന് നോക്കിയേച്ചാൽ മതി ആ ഉപ്പ് പാകമാണോ എന്ന്. അതനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. പിന്നെ ഒന്നേന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ വരുവാന്ന് പറഞ്ഞാൽ എന്നെ പ്രയാസമാണെന്നറിയാവോ. ഇതൊരു ഇച്ചിരി റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. അതിനിപ്പോൾ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് ഒരു ഇച്ചിരി കോൺസ്റ്റാർച്ച് എടുത്തേച്ച് അതൊന്ന് ഇപ്പോൾ വൈനാന്നേൽ അതേൽ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കുകയല്ലേ അതിനകത്തോ എന്നതേനകത്തൊന്ന് കലക്കിയേച്ചിനകത്തോട്ടൊന്ന് ചേർത്താൽ ഇതൊന്ന് കുറുകി കിട്ടും. മസ്റ്റ് ആണെങ്കിൽ മാത്രം. ഇനി അതൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തേച്ച് ഒരു നുള്ളു മതിയേ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിക്കുക. അന്നേച്ച് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിനാക്കി എടുത്തേച്ചാൽ മതി. അന്നേച്ചും ഇതിനകത്തോട്ട് ഒഴിക്കുക. പെട്ടെന്ന് നമ്മുടെ സോസ് അങ്ങ് കുറുകുവേ. കണ്ടോ, ഇത് നല്ലോണം ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തേച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറുകയല്ലേ, മാറിക്കഴിഞ്ഞേച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്തേച്ചാൽ മതി. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ചൂടോടെ അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേനും വരാൻ പോകുന്ന ഒരു സൈഡ് ഇഫക്റ്റ് എന്നാന്ന് വെച്ചാൽ ഈ ചൂടും കൂടെ ചേർത്തിട്ട് ആ ചിക്കൻ അങ്ങ് കുതിർന്നു പോകും. അത് വേണ്ട. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് പുരട്ടി എടുത്തേച്ച് ഒന്ന് ഹൈ ഫ്ലെയിമേലാക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺസ്റ്റാർച്ച് ഒന്നും ചേർക്കാതെ ആ സോസ് നല്ല റെഡ്യൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ചിക്കനെ പുരട്ടി അങ്ങ് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ഇനി ഇത് ഇച്ചിരി ആറാൻ ഒരു ഇച്ചിരി നേരം എടുക്കുവേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതുവരെ നമ്മുടെ ഗസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാർക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേരളത്തിലുള്ള ഒരു ആൾ പോലും മറക്കാൻ ചാൻസ് ഇല്ല. കാര്യം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നത് തന്നെ അദ്ദേഹം കാരണം മാത്രമാണ്. ഞാൻ വേറെ ആരുടെയും കാര്യമല്ല, നമ്മുടെ ബഹുമാന്യനായ ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് ഏറ്റവും വലിയൊരു ദുഃഖം കൂടി തന്നെയാണ്. ബഹുമാന്യനായ ശ്രീ കരുണാകരൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റിൽ ഞാൻ പറയുക, എൻ്റെ ഒരു എന്നാ പറയുക ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് എന്ന് തന്നെ പറയണം. കാര്യം എന്നാണെന്നറിയാമോ, ഓരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഓരോ നിരീക്ഷണങ്ങളുണ്ടല്ലോ ഭയങ്കര എന്താ പറയുക ഭയങ്കര കാൽക്കുലേറ്റഡ് ആണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭീഷ്മാചാര്യരായ ശ്രീ കരുണാകരൻ സാറിൻ്റെ മകളായ പത്മജ വേണുഗോപാലാണ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇതിനകത്ത് എത്തുന്നത്. ചേച്ചി ആണെങ്കിൽ ഒത്തിരി എബ്രോഡൊക്കെ ഒത്തിരി പോയി ഒക്കെ പലതരം ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആനീസ് കിച്ചണിൽ വരുമ്പോൾ ഒരു സ്പെഷ്യൽ കൊടുക്കണം, എവിടെയും കഴിക്കാത്ത ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഇവിടെ ബർബൺ ചിക്കൻ ഉണ്ടാക്കിയത്. നമ്മുടെ ബർബൺ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഈ ബർബൺ ചിക്കൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആയിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്തോ ഇത് എന്നാ ടേസ്റ്റാ അതൊന്നും ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കരുത്. പക്ഷേ ഇതിനുള്ള ടേസ്റ്റ് നമ്മൾ എവിടെ പോയി കഴിച്ചാലും കിട്ടുകയില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേച്ചും നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഒന്ന് കഴിച്ച് നോക്കണം, ഉണ്ടാക്കി വെച്ച് എന്നെ മറുപടി അറിയിക്കണം കേട്ടോ, എന്നാലേ ശരിയാവത്തുള്ളൂ. ഇത് നമ്മുടെ ചേച്ചിയുടെ സ്പെഷ്യൽ സാധനമാണ്. നമസ്തേ ചേച്ചി. നമസ്തേ ചേച്ചി വരൂ. ചേച്ചി ഞാൻ ചേച്ചിനെ എപ്പോ കണ്ടാലും അത് ആദ്യം ചേച്ചിയുടെ ഹാർട്ടി വെൽക്കം എന്റെ ഷോയിലേക്ക്. ഞാൻ എത്ര കാലം കൂടി ഇരുട്ടാന്നറിയോ ചേച്ചീനെ എന്റെ ഷോയിലേക്ക് വരൂ വിളിച്ചിട്ട് എന്നാ പറയുന്ന ചേച്ചിക്ക് നേരം കിട്ടണ്ടായോ അല്ലേ സമയം ഉണ്ടാക്കി വന്നത്. പ്രോഗ്രാം എല്ലാവരും കാണുന്നതാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് വരണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചേച്ചിയിലുള്ള ഒരു പ്ലസ് പോയിന്റ് പറയാൻ എന്നാന്നറിയാവോ, ചേച്ചിയുടെ ഈ ചിരിയ. ചേച്ചി ഇപ്പൊ വെച്ചേക്കുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പൊളിറ്റിക്സ് ആണ്. അത് ശരിക്കും ഈ പറഞ്ഞ കൂട്ട് ഈ ഒരു പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുമ്പോഴത്തേന് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കൂട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഈ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരു പൂ മെത്തേ കൂടെ നടക്കാൻ പറ്റുകയല്ല. ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കൂട്ടൊന്നും പോകാൻ ഒക്കെയല്ല. ഇത് എന്നാ പ്രതിസന്ധി വന്നാലും ചേച്ചി എപ്പോഴും പ്ലസന്റ് ആണ്. ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. ടി വിയിലെ ചേച്ചീനെ എത്ര ഒരു കോൺട്രവേഴ്സീസ് ഫോഴ്സ് ആയിട്ട് വന്നാലും പ്രഷർ വന്നാലും ചേച്ചി കൂളായിട്ട് ചിരിച്ചോട് ഇങ്ങനെ ഫേസ് ചെയ്യും. ഇത് എവിടെ നിന്ന് കിട്ടി? അതെനിക്ക് തോന്നുന്നു എനിക്ക് അച്ഛൻ്റെ കിട്ടിയതായിട്ട് സ്വഭാവം. അച്ഛന് അങ്ങനെ വരുന്ന കോൺട്രവേഴ്സി ഒന്നും വന്നാലും ഒന്നും എടുക്കില്ല. അതായത് ഇത് ജീവിതത്തിന്റെ വേറൊരു ഭാഗം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതന്നെ ഇപ്പൊ ഞാനും കണ്ടുപഠിച്ച് എന്താ പറയണ്ടേ, രണ്ടും രണ്ട് വഴിയിൽ കൊണ്ടുപോയത്. ജീവിതം വേറെ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ. പക്ഷേ നമ്മുടെ കുടുംബങ്ങളെല്ലാം നമ്മുടെ കൂടെ വേണം കേട്ടോ. നമ്മുടെ ഫാമിലി കൂടി ഉണ്ടെങ്കിലേ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അല്ല വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ പ്രശ്നങ്ങളാണെങ്കിൽ എത്ര നമുക്ക് ചിരിക്കണം എന്ന് വിചാരിച്ചാലും ചിരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഫാമിലി കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞ ഫാമിലി നമ്മുടെ ബാക്ക് ബോൺ ആണ്, നമ്മുടെ എനർജി ബൂസ്റ്റർ ആണ്. അതുണ്ടെങ്കിൽ ബാക്കിയൊന്നും നമുക്ക് ഒരു പ്രശ്നമേ ഇല്ല, എന്നാ വേണേലും ടാലി. അതെന്റെ വീട്ടിലും അങ്ങനെയായിരുന്നു. എന്റെ അമ്മയായിരുന്നു എന്റെ അച്ഛന്റെ ശരിക്കും ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അമ്മ മരിച്ചോട്ടാണ് അച്ഛന് സത്യം ഇത് എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നി ജീവിതത്തിനോട്. അപ്പൊ വീട് കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര ശക്തി തന്നെയാണ്. അപ്പൊ അമ്മ എങ്ങനെ ശരിക്കും അച്ഛൻ്റെ അടുത്ത് ഭയങ്കര എനർജി ബൂസ്റ്റിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അച്ഛന് എന്ത് ചെയ്യണോ അതിനെല്ലാം സപ്പോർട്ടായിരുന്നു അമ്മ. ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ നേരം വൈകി വന്ന സാധാരണ ഭാര്യമാരും എവിടെ പോയി അതൊന്നുമില്ല. അച്ഛൻ 12 മണി 1 മണിക്ക് വന്നാലും അതേ മുഖത്തോടെ തന്നെ അമ്മ അതിൽ ഉറക്കുന്നതാണ്. കഴിച്ചോന്ന് ചോദിക്കും എല്ലാ ഭാര്യമാരും ചെയ്യണ മാതിരി. അതല്ലാണ്ട് വേറെ ഒരു ചോദ്യം ഞാൻ ചോദിക്കണേ കേട്ടില്ല. പിന്നെ രാഷ്ട്രീയം അറിയില്ല അമ്മയ്ക്ക്, എന്താണ് നടക്കണേ പുറത്ത് എന്ന് വെച്ചാൽ വീട് ആ ലോകം അതായിരുന്നു അമ്മയുടെ. ഓ അത് ശരി. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ചേച്ചി പറഞ്ഞില്ലേ, ഇപ്പൊ സാറായാലും കരുണാകരൻ സാർ ആയാലും പോലും ചേച്ചി ആണെങ്കിൽ പോലും എനിക്ക് വലിയൊരു സംശയമാണ്. ചേച്ചി ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സമയമെടുത്ത് ആസ്വദിച്ച് മനസ്സമാധാനത്തോടെ കഴിക്കുകയാണ് വേണ്ടത്. ഇത് ചേച്ചിക്ക് കിട്ടാറുണ്ടോ ഇങ്ങനെ ഇരുന്ന്? അതിന് ഞാൻ സമയം കണ്ടെത്തും. കാരണം ഇതിനു വേണ്ടിട്ടല്ലേ എല്ലാരും ജീവിക്കണം. നല്ല ഭക്ഷണം എവിടെയൊക്കെയാന്നുള്ള കണ്ടുപിടിച്ച് പോവാനും കഴിക്കാനും അതിന് ഞാൻ സമയം കണ്ടെത്തും. ഓ ഞാൻ ശരിക്കും വിചാരിച്ച എന്നാന്നറിയാ ചേച്ചി, ശരിക്കും നമുക്ക് വണ്ടിയിലൊക്കെ പെട്രോൾ തീരുവല്ലേ, അന്നേരം തീരുന്ന സമയത്ത് എവിടെ പമ്പുണ്ടോ? നമ്മളിപ്പോ ഇലക്ഷനൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് വിചാരിച്ച സമയത്ത് കഴിക്കാൻ പറ്റില്ല, വിചാരിച്ച ഭക്ഷണം കിട്ടിയില്ല എന്ന് വരും. അപ്പൊ എന്റെ ഒരു പോളിസി എല്ലാ ഭക്ഷണത്തിനും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ സ്വാദൊന്നും നോക്കില്ല, ആ സമയത്ത് നമുക്ക് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് ഓടും. പക്ഷെ അതിന്റെ ഗുണം കിട്ടി. കാരണം ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞ് പലരും പൈസ കൊടുത്ത് എത്രയോ കാലൊക്കെ ഓടി നടന്ന് തടി കുറയ്ക്കാൻ പറ്റാത്ത ഒരു ഇലക്ഷൻ ഞാൻ തമാശക്ക് അപ്പൊ ഒരു ടിപ്പാണ്, ആർക്കൊക്കെ വണ്ണം കുറയ്ക്കണോ ഇലക്ഷൻ ആദ്യം നിൽക്കേണ്ടി വരും. ഒറ്റ മോട്ടിവേഷനേ ഉള്ളൂ, വണ്ണം കുറയ്ക്കാൻ. കാരണം അതല്ല നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ശരിക്കും 6-7 കിലോ ഒറ്റ മാസം കൊണ്ട് കുറഞ്ഞു. അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം ഒന്നും അല്ല, ഇച്ചിരി പുറത്തുള്ള സാധനം ബർബൺ ചിക്കനാ ചെയ്തത്. ഏത് കൺട്രിയാണ്? അത് ഏത് കൺട്രി എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഞാൻ
കണ്ടുപിടിക്കണം. തായ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അബ്രോഡ് ഉള്ള ഒരു കോണ്ടിനെന്റലാണോ? പക്ഷേ ഇതിനകത്ത് മിക്സ് ആണ്. ഇതിനകത്ത് ആനീസ് ചൈനീസ് ലുക്ക് ഉണ്ട്, ചൈനീസ് ഉണ്ട്. പക്ഷെ ഇന്ന് ചൈനീസ് അല്ല, സോസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. പിന്നെ ഇവിടെ ഒരു ചേച്ചി തപ്പി പിടിക്കാൻ നോക്കിയാൽ കിട്ടുകയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു ലീഡറിന്റെ മോള് വരുമ്പോ ഐ ഷുഡ് ട്രീറ്റ് ഹർ ലൈക്ക് ദാറ്റ് അല്ലേ. അതുകൊണ്ട് പക്ഷെ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കഴിക്കാൻ ഇവിടെ തന്നെ വരേണ്ടി വരും. അതെ, സന്തോഷമുള്ളൂ. ചേച്ചി എപ്പോ വേണോ എന്നാ വേണോ ഒരു ഫോൺ കോൾ ചെയ്താൽ പിന്നെ ഓൾവേസ് റെഡി. അല്ലെങ്കിൽ ചേച്ചി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഓഫീസിൽ ഇന്നടുത്ത് എത്തിക്കണേന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ. എനിക്ക് ആനിയോടുള്ള ഇഷ്ടം എന്താന്ന് വെച്ചാല്, ഞാൻ നല്ല ഇതില് പിന്നെ സിനിമയിലൊക്കെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലൊരു കുടുംബിനിയായി 3 മക്കളുടെ അമ്മയെ, 3 ആൺകുട്ടികളെ വളർത്താറ് എളുപ്പമൊന്നുമല്ലാന്ന് എനിക്കറിയാം, നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര അപ്രീസിയേഷൻ ആണ്. അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം. ചേച്ചി ഒരുപാട് വിശേഷം ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലീഡേഴ്സാണ് കൂടുതൽ അറിയാനുള്ളത്. നമുക്ക് അവിടെ ഇരിക്കാം. ഫസ്റ്റ് എനിക്ക് ചോദിക്കാൻ എന്നറിയോ, ചേച്ചി കരുണാകരൻ സാറിന്റെ മകൾ. ഓക്കെ, ഞങ്ങളുടെ കണ്ണിൽ, ജനങ്ങളുടെ കണ്ണിൽ അദ്ദേഹം ഒരു ലീഡറാണ്. പക്ഷെ ചേച്ചിയുടെ വ്യൂ പോയിന്റിൽ ഈ ലീഡറിനെയും അച്ഛനെയും എങ്ങനെ ചേച്ചി വിലയിരുത്തുന്നത്? അച്ഛൻ പുറത്തുള്ള രാഷ്ട്രീയം ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. വീട്ടിൽ വന്നാൽ സാധാരണ ഒരാൾ, പക്ഷെ സാധാരണ ഒരാളെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ അമ്മ അങ്ങനെയൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 12 മണിക്ക് അച്ഛൻ വന്നാലും ഒരു പരാതിയില്ലാത്ത ഒരമ്മയായിരുന്നു. അപ്പോൾ നാച്ചുറലി അമ്മയോട് ചോദിക്കണേ, അമ്മ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മ ഒരു പരാതിയും പറയണത് കേട്ടിട്ടില്ല. എല്ലാത്തിനും സപ്പോർട്ടാണ്. ഞങ്ങൾക്കും പരാതിയില്ല, കാരണം ഞങ്ങളുടെ ബർത്ത്ഡേ ഓർത്ത് വയ്ക്കും. പിന്നെ സ്കൂളിലൊന്നും വരാറില്ല, അത്ര അതിന് സമയം കിട്ടില്ല. അമ്മയാണ് വരിക. പക്ഷെ ഞങ്ങൾക്ക് വരാതില്ല, സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല, അവിടെ ചെന്ന് നല്ല കുറ്റം കണ്ടില്ല. അത് അപ്പം അല്ലാണ്ടുള്ളത് പിന്നെ ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിത്തരാനോ എല്ലാത്തിനും അച്ഛൻ മുമ്പിലുണ്ട്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ തോന്നും നമുക്ക് അനാവശ്യം തോന്നും. അമ്മ എപ്പോഴും ചീത്ത പറയും. കാരണം അന്നത്തെ കാലത്തൊക്കെ ഒരു വീട്ടിൽ പെൺകുട്ടികളെ കൂടുതൽ കൊഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവളെ കൊഞ്ചിച്ച് വേറെ വീട്ടിൽ പോയി അച്ഛൻ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ പറയും എനിക്ക് രണ്ടും ഒരേ മാതിരിയാണ്, ആണായാലും പെണ്ണായാലും എനിക്ക് ഒരേ മാതിരിയാണ്. പെൺകുട്ടികളോട് കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു ചേട്ടന് ചെറിയൊരു കുശുമ്പടക്കിലൊക്കെ വരാറുണ്ട് മാത്രം. പക്ഷെ അച്ഛനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, രണ്ടുപേരും ഒരേമാതിരി സ്നേഹമായിരുന്നു. കൊച്ചുമക്കളുടെ ബർത്ത്ഡേ വരെ എന്നെക്കാളും അച്ഛനെ ഓർത്ത് ആരും ഇല്ലെങ്കിൽ അച്ഛൻ ആഘോഷിക്കും. ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു അച്ഛൻ സദ്യക്ക് വിളിച്ച ഒരു 100 പേരാണ് ഏറ്റവും കുറഞ്ഞത്. വേണമെന്നില്ല. അവര് ഗൾഫിലൊക്കെ ആണെങ്കിലും അച്ഛൻ ഇവിടെ അത് ആഘോഷിക്കും. അതെ 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 ശരിക്കും. അപ്പൊ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ് അത് പറയുമ്പോൾ. അച്ഛൻ്റെ വിളിച്ച് പറയും, ഉച്ച ഊണ് കഴിഞ്ഞാൽ അതേ മുത്തശ്ശന് ഊണ് കഴിഞ്ഞു, മറ്റേ സദ്യ ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, ഇന്ന പായസം ഉണ്ടാക്കി എന്ന് വരെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതുകൊണ്ട് കൊച്ചുമക്കളും അവരുടെ മക്കളും പോലും മിസ് ചെയ്യുന്നുണ്ട് അച്ഛനെപ്പോൾ. അങ്ങനെ ഒരു അച്ഛനൊക്കെ ഇട. കാരണം എല്ലാവരും ചോദിക്കും ഇത്രയും തിരക്കുള്ള ആൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുമെന്ന്. പക്ഷെ അതാണ് അതിശയം തോന്നുന്നത്, നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും. അത് എനിക്കൊരു വലിയ വിഷമമുള്ള ഒരു സംഭവം ഉണ്ടായി. അതായത് അച്ഛൻ മരിക്കുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മുടെയൊക്കെ ഒരു ഇതനുസരിച്ച് ശനിയാഴ്ച ബർത്ത്ഡേ വന്ന അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്ന് ഇങ്ങനെ പറയും. അപ്പം ഞാൻ അതുകൊണ്ട് അപ്രാവശ്യം ശനിയാഴ്ചയാണ് എനിക്ക് ബർത്ത്ഡേ വന്ന അച്ഛൻ മരിക്കുന്ന ആ സമയത്ത്. അപ്പം ഞാൻ പറയണ്ട, അച്ഛനിനി വിഷമിച്ച് അതിന് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞില്ല. എങ്ങനെയോ അച്ഛനത് വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ അറിഞ്ഞു എൻ്റെ ബർത്ത്ഡേ എന്നുള്ളത്. ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ, ഞാൻ കൊച്ചുമക്കളുടെ ആഘോഷിക്കുന്ന ആളാണ്, അത് എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇതാണ് കാരണം. അപ്പോൾ പോകാനുള്ള സമയമായി, ഞാൻ എപ്പോഴായാലും പോകും, പക്ഷേ എനിക്ക് നിങ്ങളുടെയൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അതിപ്പോഴും എനിക്കൊരു സങ്കടമായിട്ട് മനസ്സിൽ കിടക്കുകയാണ് ഇപ്പോഴും. അല്ലെങ്കിൽ അച്ഛൻ ബാധു ആഘോഷിച്ചേനെ, ആഘോഷിക്കാണ്ട് പോയ ആള്. അയ്യോ, അപ്പം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ അച്ഛനെ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു നേച്ചർ അല്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ മഹത്വങ്ങൾ. കാരണം അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും വീട്ടിൽ പറയില്ല, ഒരാൾക്ക് ചെയ്യുന്ന സഹായമോ ഒന്നും പറയില്ല. വീട്ടിൽ വന്നാൽ വീട്ടിലത്തെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നല്ലാണ്ട് രാഷ്ട്രീയം പൊതുവെ അച്ഛന് വീട്ടിൽ ചർച്ച ചെയ്യണത് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് മുരളിയേട്ടൻ പൊളിറ്റിക്സിൽ പോയി, ഞാൻ വന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് മുരളിയേട്ടൻ വരുന്ന അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനോ കഷ്ടപ്പെട്ടു കുറേ, എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് സേഫായിരിക്കണം, അതുകൊണ്ട് വേണ്ടാന്നുള്ളൂ, അല്ലാണ്ട് രാഷ്ട്രീയം മോശമായിട്ടുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട്. അപ്പം അമ്മ പറഞ്ഞു എല്ലാ ഫീൽഡിലും ഉണ്ട്, നമുക്കൊരു അറിയുന്നൊരു ഫീൽഡാകുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളായിരുന്നു അമ്മയുടെ.
അപ്പോൾ അമ്മ സപ്പോർട്ടായിരുന്നു, അച്ഛനെതിരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ പക്ഷെ അച്ഛനൊരു ഗുണമുണ്ട്. എന്താ എപ്പോഴും പറയും മക്കൾ തന്നെ വളർത്തിയ താനെന്ന് വിളിക്കണമെന്ന്. അതുണ്ട്. അതേമാതിരി അച്ഛൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കില്ല. പക്ഷെ ഒരു കാര്യം പറയും, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണം, പിന്നെ മുരളിയേട്ടനെ കൂട്ട് വേണ്ട എന്നുള്ള. അപ്പോൾ എന്നെയൊന്നും അച്ഛൻ പറഞ്ഞാൽ ശരിക്കും പറയാൻ വെച്ചാൽ ഒന്നും സഹായിച്ചിട്ടില്ല. അത് നന്നായി എനിക്ക്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇപ്പം ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അത് നമ്മൾ പറയില്ല നമ്മുടെ അച്ഛൻ ചെയ്തു പോയ പുണ്യം എന്നൊക്കെ പറയണവരെ, അച്ഛൻ ചെയ്തു പോയ പുണ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും അതൊരു അച്ഛന് വേറെ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക ചേച്ചി, ലീഡർ ചെയ്ത അതെ ഒരുപാട് നമുക്ക് ഡെവലപ്മെന്റ്സിന്റെ പേരിലാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കേരളയ്ക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചേച്ചിനെ തന്നെ ജനങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ആ ലീഡറിന്റെ ആ ഒരു പ്രതീക്ഷ മകളിൽ കൂടുതൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. അത് മാത്രമല്ല, അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഇപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മളെ ഒരു ശക്തനായിട്ടുള്ള ഒരു രാജാവുണ്ടെങ്കിൽ അത് മാറി വരുമ്പോൾ അതിനേക്കാളും ശക്തൻ വന്നാലേ ഈ ആള്. അപ്പം അതിന് പിന്നെ വന്നവർക്കൊന്നും അതേമാതിരി ചെയ്യാൻ പറ്റണില്ല എന്നൊരു തോന്നലാണോ എന്താണെന്നറിയില്ല. ജനങ്ങൾ കൂടുതൽ കെ കരുണാകരനെ പറ്റി ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിനോട് ചെയ്ത് തെറ്റായിപ്പോയി, അദ്ദേഹത്തിനെ പറഞ്ഞത് തെറ്റായിപ്പോയി. പിന്നെ അച്ഛൻ്റെ ഡെവലപ്മെന്റ്സ് പറഞ്ഞാൽ അച്ഛൻ പണ്ടേ അങ്ങനെയാണ്, ചെറുപ്പക്കാരാണ് അച്ഛൻ്റെ കൂട്ട്. അപ്പോൾ അപ്പം ഞാൻ തമാശക്ക് പറയും, ഓ ഇത്ര വയസ്സായ ആളാണ് ഇത്രയും. അപ്പോൾ പറയും അതെ, അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് പുതിയ ഐഡിയകൾ കിട്ടും. പിന്നെ മറ്റു വയസ്സന്മാരോട് ഞാനും വയസ്സനായി പോകുന്നു. അച്ഛനൊരിക്കലും വയസ്സെന്ന് പറയാൻ ഇഷ്ടമല്ല. സുഹൃത്തുക്കളെ മുഴുവൻ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഐഡിയ ആണ് അച്ഛനെ മുഴുവൻ. പിന്നെ ഒരു ഗുണമുണ്ട്, അച്ഛൻ ഈ IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുമ്പം അവരോട് പറയുന്നൊരു വാക്കുണ്ട്, അവരെ ഭയങ്കര റെസ്പെക്റ്റ് അച്ഛന്. അപ്പോൾ ചോദിച്ചാൽ പറയും അവരുടെ ആ പഠിപ്പ് പിന്നെയുള്ള 3 വർഷം എനിക്കില്ല, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കേരളത്തിൽ മറച്ചു വെച്ചേനെ. ഇതിന് പിന്നെ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൊരു വ്യത്യാസം, പലരും മന്ത്രിമാരൊക്കെ പലരും സെക്രട്ടറിമാരെയൊക്കെ പേടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ അച്ഛൻ നേരെ ഒരു ഇതായിരുന്നു, അവരെ സ്നേഹിക്കുക സ്നേഹിക്കും. പക്ഷെ എനിക്ക് ഇന്ന കാര്യം വേണം, അതിനുള്ള നിയമം മാറ്റിക്കൊണ്ടുവരാൻ പറയുന്നൊരു കെ കരുണാകരനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഈ കാര്യം നടപ്പിലാക്കണം, നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ നിയമങ്ങളൊന്നും കേൾക്കണ്ട, എനിക്ക് ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ്, അതിനുള്ള നിയമം മാറ്റിക്കൊണ്ടുവരാൻ പറയും. അപ്പം അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേൾക്കേണ്ടി വരും തന്നെയാണ് എൻ്റെ അനുഭവം. അപ്പോൾ മന്ത്രിമാർക്കായാലും ആർക്കായാലും കുറച്ചും കൂടി ഒരു ഇച്ഛാശക്തി വേണം അങ്ങനത്തെ കാര്യത്തിലൊക്കെ. ചേച്ചി, അപ്പം ഈ ISRO ചാര കേസിന്റെ കുറെ പ്രശ്നങ്ങൾ വന്നേ, അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ലീഡേഴ്സിന്റെ കൂടെ നിന്ന് രമൺ ശ്രീവാസ്തവ്, ഇപ്പൊ ഇന്ന് അദ്ദേഹം എനിക്ക് പിണറായി സാറിന്റെ അഡ്വൈസർ ആയിട്ടായിരിക്കുന്നത്. ചേച്ചി അതിനോടുള്ള അഭിപ്രായം എന്നാ ചേച്ചി? അല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം ചാരൻ എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് ചാരനല്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെ ഇപ്പോൾ കൂടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അദ്ദേഹം നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നത് കാണാം. കാരണം അത് ഇൻഡയറക്റ്റായിട്ട് എൻ്റെ അച്ഛനെയും അല്ല എന്ന് അവർ പറയാതെ പറഞ്ഞു എന്ന് അറിയില്ല നമ്മൾ. അപ്പോൾ കൂടെ നിന്ന് എന്താ ചാരനായിട്ടുള്ള ശ്രീവാസ്തവ കൂടെ നിന്ന് ചാരനായിട്ടുള്ള മുഖ്യൻ രാജിവെക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഇവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പോൾ ഈ രണ്ട് ഇതും ശരിയല്ല എന്നുള്ളത് തെളിയിച്ചല്ലോ. അപ്പൊ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ, അത് കാണാൻ അച്ഛനുണ്ടായില്ല എന്ന് മാത്രം. കാലം തെളിയിക്കും, സത്യം കാലം തെളിയിക്കും നമ്മളെപ്പോഴും പറയും. കാരണം അച്ഛനൊരു സങ്കടം ഉണ്ടായിരുന്നു. ബാക്കി ഒരു രാജ്യദ്രോഹ കുറ്റാണ് അച്ഛൻ പറയും. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എന്നെ അവസാനം സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പലരും എന്നെ ചാരനാക്കി. അതിൽ അച്ഛന് ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും ഇപ്പം ലീഡറിന് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആളും ഇതൊന്നും നോക്കാതെ കൂടെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ശരിക്കും എനിക്ക് തോന്നുന്നു പാർട്ടി നോക്കില്ല, ഒന്നും നോക്കില്ല. അദ്ദേഹത്തെ ആദ്യം കണ്ട ആവശ്യം പറയുന്ന ഏത് വ്യക്തിയാണോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എത്ര പേരുണ്ടായിരുന്നെന്ന് തന്നെ നമുക്ക് പറയാനൊക്കെ നേതാക്കന്മാരെ ഇല്ലാണ്ടിരുന്നിട്ടുള്ളൂ, എന്നും ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ മരിക്കുന്നവരെ അച്ഛനെ കാണാൻ ദിവസം ഒരു 50-60 ആൾക്കാർ വന്നത് വരുന്ന മുഴുവൻ പാവങ്ങളാണ്. അല്ലാണ്ട് നേതാക്കന്മാരെ കാണില്ല, നേതാക്കന്മാരെ അവർക്ക് കിട്ടിപ്പോയി. അതെ, ബാക്കി പക്ഷെ സാധാരണക്കാർ എപ്പോഴും ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ, അച്ഛനെ സഹായിക്കാനും അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനും എപ്പോഴും ആളുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ബലം. അതറിയാം, ആൾക്കെന്നെ സ്വയം അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ ലീഡേഴ്സിന് ശരിക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആരോട് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരിതും പിന്നെ ഭഗവാനിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി, അത് എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടില്ല. ഇലക്ഷൻ ഒരിക്കൽ മുരളിയേട്ടനും തോറ്റു, അച്ഛനും തോറ്റു. അപ്പോൾ വൈകുന്നേരം ആയപ്പം നമ്മളൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഒരുമാതിരി ഒഴിഞ്ഞ് അവിടെ ഇരിക്കില്ല. അപ്പോൾ അച്ഛൻ നേരെ വരും. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കണു, ഗുരുവായൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ ഞാൻ കളിയാക്കിയിട്ട് ചോദിച്ചേ, ഇനിയിപ്പോൾ എന്തിനാണ് ഗുരുവായൂർ പോണത്, ഇതിപ്പോൾ തോറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു നമ്മൾ ജയിച്ചാൽ പോവില്ലേ അങ്ങോട്ടേക്ക്, അപ്പോൾ തോറ്റും അങ്ങോട്ടേ തന്നെയല്ലേ പറയേണ്ടത്, രണ്ടും പറയണം. എന്നിട്ട് പോയി അതേ ഒരു സാധാരണ വരെ എല്ലാ ആളുകളെയും കണ്ട് തിരിച്ചു വന്നു. ഒരു സങ്കടം അച്ഛൻ്റെ മുഖത്ത് അച്ഛൻ കാണിക്കുകയില്ല. ഞാൻ 2-3 സന്ദർഭങ്ങളിലാണ് അച്ഛൻ കരയണ കണ്ടിട്ടുള്ളത്. ഒന്ന് അച്ഛൻ്റെ അമ്മ മരിക്കുമ്പോൾ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അന്ന് കാരണം ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും കൂടുതൽ ഒരു മൂത്തൊരു സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധം. വീട്ടിലെല്ലാ കാര്യവും പറയും. എൻ്റെ കല്യാണ ആലോചന വന്നതുപോലെ ആദ്യം അറിയണത് എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിയാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധമായിരുന്നു അവർ. പിന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട്, പിന്നെ 1-2 സുഹൃത്തുക്കൾ, ഒന്ന് മുസ്ലിം ലീഗിൽ സീതി ഹാജി മരിച്ചപ്പോൾ അച്ഛൻ ആൾക്കാരും ഉണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു PP ജോർജ് മാഷ്. ഇങ്ങനെ 4-5 പേര് മരിച്ചപ്പോഴാണ് അച്ഛൻ കരയണ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ കരച്ചിലും ചിരിയും ഒക്കെ അച്ഛൻ്റെ ഉള്ളിലാണ്, കാണിക്കുകയില്ല. ചേച്ചിയുടെ പേഴ്സണൽ ലൈഫ് ചോദിക്കട്ടെ, വേണിച്ചേട്ടനെ കല്യാണം കഴിച്ചതും അല്ലെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യാം, ചേച്ചിയുടെ കോളേജ് ലൈഫ് ചോദിക്കട്ടെ. ചേച്ചി കോളേജ് ലൈഫിൽ പൊളിറ്റിക്സിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത് അതോ കലാജീവിതത്തിലാണോ? അല്ല, അന്ന് ഈ കലാജീവിതത്തിലായിരുന്നു കൂടുതൽ. കാരണം പൊളിറ്റിക്സ് അന്ന് ഉണ്ടായിരുന്നില്ല വിമൻസ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അന്ന് പലരും വന്ന് ചോദിച്ചിരുന്നു അവിടെ KSU പത്മജ വഴി ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ അച്ഛന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ കലാകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛന് ഇഷ്ടമായിട്ടോ. അച്ഛൻ ശരിക്കും കലാകാരന്മാരെ എത്രയും സ്നേഹിച്ചിട്ടുള്ള വേറെ ആളില്ല. അച്ഛൻ അങ്ങനെയാണല്ലോ. ഞാൻ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു കലാകാരൻ, ഞാൻ പേര് പറയുന്നില്ല, ഒരു അവാർഡ് നൈറ്റിൽ എന്താണ് വരാൻ താമസിച്ചതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഒരു ഡ്രസ്സ് തിരുമ്പിയിട്ടിട്ട് അത് ഉണങ്ങിയിട്ടില്ല, ഒറ്റ ഡ്രസ്സേ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അച്ഛൻ പ്രഖ്യാപിക്കുകയാണ് ആവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ. നോക്കുമ്പോൾ ഒറ്റ ഫണ്ടില്ലാണ്ടാണ് ധൈര്യത്തിൽ കയറി. അതാണ് അച്ഛൻ്റെ സ്വഭാവം. എന്നിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും, അതാണ് സ്വഭാവം. അപ്പം അങ്ങനെ കലാകാരന്മാരോട് ഭയങ്കര ബഹുമാനം അച്ഛന്. സിനിമ, സീരിയലൊക്കെ ഇഷ്ടമാണ്. എല്ലാ നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചും ഒക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തേനൊക്കെ എന്നെ വിടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്രീ-ഡിഗ്രി ആയപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. പക്ഷേ ഞാൻ പിന്നെയും പഠിച്ചു, BA പാസ്സായി. MA ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, അപ്പോഴേക്കും 2ാമത്തെ മോനെ പ്രസവിച്ചു. അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. അപ്പം ഈ കോളേജിൽ ചേച്ചി ഇപ്പൊ ഡാൻസ് അല്ല ചേച്ചി, ഡ്രാമയൊക്കെ ചെയ്ത് എന്തൊക്കെ വേഷങ്ങൾ ചേച്ചി ചെയ്തിട്ടുണ്ട്? ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ദുഷ്യന്ത മഹാരാജാവായിട്ട് വേഷം കെട്ടിയിട്ടുണ്ട്. പിന്നെ ക്രൈസ്റ്റിന്റെ ഒരു ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട്. പക്ഷെ ചേച്ചി പറഞ്ഞതെല്ലാം ആൺവേഷത്തെ കുറിച്ചാണ്, പെൺവേഷത്തെ കുറിച്ച് പറഞ്ഞില്ല. എന്താ കാരണം അറിയാം, അന്നത്തെ കാലത്ത് ഏറ്റവും ഹൈറ്റ് ഞാനായിരുന്നു ക്ലാസ്സിൽ. അന്നൊക്കെ കുട്ടികൾ ഹൈറ്റ് കുറയും. ഇന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോളൊക്കെ 5 അടി 10 ഇഞ്ചൊക്കെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഭയങ്കര ഹൈറ്റ് കുറവാണ്. അപ്പം ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ, ഞാനും ഒരു ഷേർലി എന്ന് പറഞ്ഞ കുട്ടി, ഞങ്ങൾ 2 പേരാണ് ഹൈറ്റ്. അപ്പോൾ എന്താണോ വന്നാലും എനിക്ക് കിട്ടുക. എനിക്ക് ആൺവേഷം കിട്ടാൻ പറ്റില്ല, എന്നെക്കാളും പൊക്കമുള്ള ആൾക്കാരുണ്ടായില്ല, ആൺവേഷം കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ സ്ഥിരം ആൺവേഷത്തിലേക്ക് പോയത്. എന്തായാലും ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങിയത് ഒരു ആൺവേഷത്തിലാണ്. അതുകൊണ്ട് ചേച്ചിയായിട്ട് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ലെങ്ത് കൂടുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ വേഷം അങ്ങനെയൊക്കെ ഓരോ അതിൽ ഞാൻ റഷ്യൻ ഗേളായിട്ട് വന്ന് അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പ്രീ-ഡിഗ്രി സമയത്തല്ലേ വേണിച്ചേട്ടൻ? അതെ. ആ കഥ എന്ന് പറയാം. അതായത് എനിക്കൊന്ന് പ്രീ-ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ആള് കാണാൻ വന്നു. അപ്പോൾ എനിക്ക് പ്രായമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 18 വയസ്സായിട്ടേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അതങ്ങ് പോയി, വീണ്ടും അത് തിരിച്ചു വന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തലയിൽ ഇത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 18 വയസ്സിലാണ് ആളെ കല്യാണം കഴിക്കുന്നത്. വീട്ടിലെല്ലാം ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒരുമിച്ച് പഠിച്ചിട്ടില്ല BAക്ക്. എൻ്റെ അമ്മ BA എക്കണോമിക്സും അമ്മ BA മലയാളമാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകളധികം പഠിക്കില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണ് അന്നത്തെ പെണ്ണുങ്ങളിൽ. അന്ന് അമ്മയ്ക്ക് അത് കഴിഞ്ഞ് PNTയിൽ ജോലി ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അമ്മ പറയുന്നതൊക്കെ അന്നൊന്നും വണ്ടിയൊന്നുമില്ല, കടത്ത് ഇതിലൊക്കെയാണ് വരിക ട്രിവാൻഡ്രത്തേക്ക്. അമ്മയ്ക്ക് ശരിക്കും അമ്മ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയും, നിങ്ങളെ കല്യാണം അയച്ചുകൊണ്ടാൽ ഞാൻ ഇവിടെ ഒതുങ്ങിപ്പോയതില്ലെങ്കിൽ എനിക്ക് IAS കിട്ടിയാലെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അറിയും ചെയ്യുന്ന ഫാമിലി തമ്മിൽ. പിന്നെ ഒറ്റ മകനാണ്, വേറെ മക്കളാരും ഇല്ല. ചേച്ചി ഇപ്പൊ ഈ പ്രീ-ഡിഗ്രി ടൈമിൽ ചേച്ചി പഠിക്കുന്ന സമയം, അപ്പം എത്രയായാലും ഒരു പെൺകുട്ടിക്ക് ഇപ്പം സ്കൂൾ ലൈഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു കോളേജ് ലൈഫാണെന്നാ പറയുന്നത്. മാത്രമല്ല ചേച്ചി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് വേണിച്ചേട്ടൻ ഒരു പ്രപ്പോസൽ വരുമ്പോ ചേച്ചി പെട്ടെന്ന് എന്നാ പറഞ്ഞു? ഞാൻ അതായത് നമുക്ക് അന്നൊന്നും പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ പറയില്ല. അച്ഛനമ്മ എന്ത് പറഞ്ഞു, പിന്നെ അച്ഛൻ നല്ലത് ചെയ്തല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ അച്ഛൻ എനിക്ക് അതിശയം തോന്നിയത് അന്നത്തെ കാലത്ത് എന്നോട് വിളിച്ചു ചോദിച്ചു, നിനക്ക് ആരെങ്കിലോട് ഇഷ്ടമുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കങ്ങനെ ആരോട്, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എന്നെ പ്രേമിക്കാൻ തന്നെ പേടി വന്നത്. അച്ഛൻ അന്ന് ആഭ്യന്തരമന്ത്രി, പിന്നെ ഏറ്റവും കോൺട്രവേഴ്സി ഉള്ള ആള് ഒരാൾ ഇങ്ങോട്ട് അടുത്തേക്ക് വരില്ല പേടിച്ചിട്ട്. പോകുമ്പോൾ പോലീസുകാരെങ്കിൽ അന്ന്, കാരണം ഓരോ പ്രശ്നങ്ങൾ, കോളേജ് സ്ട്രൈക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ കൊല്ലും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ സെക്യൂരിറ്റിക്കാരുണ്ട്, പിന്നെ ആരെങ്കിലും നോക്കും. അതുകൊണ്ട് ആരോടും ഞാൻ പ്രേമിച്ചൊന്നുമില്ല. അപ്പോൾ അച്ഛൻ ആരെയാ പറയണ വെച്ചാൽ കഴിക്കാന്നുള്ളതായിരുന്നു.
പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാവുക ചെയ്ത്, കാരണം എനിക്കൊന്നൊരു സ്വാതന്ത്ര്യം കിട്ടി. അച്ഛൻ്റെ ഇപ്പം ഞാൻ ഈ മന്ത്രിമന്ദിരം കണ്ട് ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ MLA, ഒരു 6-7 വയസ്സായപ്പോൾ അച്ഛൻ ആഭ്യന്തരമന്ത്രി. സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജീവിതമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് സുഖമായി. ഒരു സാധാരണ വേറെ ലോകം. എനിക്ക് എവിടെ വേണമെങ്കിൽ പോവാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആളുടെ കൂടെ ബൈക്കിലൊക്കെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എവിടെ ഒരു ദിവസം എന്നിട്ട് അച്ഛൻ വന്നിട്ട് ചീത്ത പറഞ്ഞു, അച്ഛൻ കണ്ടു ഞാൻ ബൈക്കിൽ. അപ്പൊ അച്ഛനതൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ അങ്ങനെ ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈഫ് എൻജോയ് ചെയ്ത് ഡോക്ടറെ കൂടെ മാംഗ്ലൂർ പോയി പഠിക്കുമ്പോൾ അന്ന് അവിടെ വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിച്ച്. അന്നൊന്നും എനിക്ക് ഒന്നും കുക്കിങ്ങോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു വിട്ടു. എൻ്റെ മദറിലോ നല്ലൊരു കുക്കാണ്. എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് പഠിച്ചു. ചേച്ചി എനിക്കറിയാം, പക്ഷെ എന്നാലും ചേച്ചി മക്കളെ കുറിച്ച്, മോനെ കുറിച്ച്, മോളെ കുറിച്ചും ഒക്കെ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. പേരും എല്ലാം ചേച്ചി എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് പറയണം. എൻ്റെ മോളുടെ പേര് ഐശ്വര്യ, മോളുടെ ഹസ്ബൻഡിൻ്റെ പേര് റോണി. 2 കുട്ടികൾ. റോണി ഇവിടെ ട്രിവാൻഡ്രാണ് വീട്. മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ്. മോൻ ബിസിനസ് ചെയ്യണം. കരുണാകരൻ എന്നാണ് ശരിക്കും പേര്. കരുൺ മേനോൻ എന്ന് വിളിക്കും. അവനിപ്പോൾ ബിസിനസ്സാണ്. ഓക്കെ. ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ അമ്മൂമ്മയാണ് ചേച്ചി. പക്ഷെ എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേച്ചി കണ്ടാ പറയേയില്ല, ചേച്ചി ഭയങ്കരമായിട്ട് സൗന്ദര്യം സൂക്ഷിക്കുന്നുണ്ട്. ടച്ച് ഇതിന്റെ ടിപ്പ് ഞാൻ കൂടെ പറഞ്ഞുതരും. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കാറില്ല. ഒരു ടെൻഷനും ഉള്ളിലേക്ക് എടുക്കില്ല. സന്തോഷമാണെങ്കിൽ പോലും ദൈവമായിട്ട് പങ്കുവയ്ക്കുന്നതല്ലാണ്ട് സന്തോഷവും സങ്കടവും ഉള്ളിലൊതുക്കുന്ന ടൈപ്പാണ്. പിന്നെ എടുക്കില്ല ഉള്ളിലേക്ക്, ഉള്ളിൽ അടക്കുക പോലും ഇല്ല ഞാൻ. കാരണം എന്താ പറയുക, അടക്കിയാലും എന്തായാലും. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ ആരോടും. ഇപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും അവർക്ക് വിഷമമുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യില്ല. അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. മറ്റേത് എൻ്റെ ഒരു ഡിക്ഷണറിയിൽ എല്ലാ കാര്യത്തിനും പ്രശ്നത്തിനും പരിഹാരം ഉണ്ടെന്നുള്ളതാണ്. ദൈവം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ദൈവം വെച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മളത് ആലോചിച്ച് നാളെ ഈ പറഞ്ഞ മാതിരി സൗത്ത് ആഫ്രിക്കയിൽ കിടക്കുന്ന പുലി ഫ്ലൈറ്റ് കയറിയൊന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുമെന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. അതിനേക്കാളും നല്ലത് നമ്മൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്താ പറയുക, സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. അതിന് ധൃതി പിടിക്കാതിരിക്കുക, അതിനുള്ള സഹായം ആരുടെ നിന്ന് കിട്ടും നോക്കുക. അല്ലാണ്ട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സ് പതറിപ്പോയ കാര്യമില്ല. ശരിയാ ചേച്ചി. അപ്പൊ ശരിക്കും ഈ രാഷ്ട്രീയമായിട്ട് ചേച്ചി ഇറങ്ങുമ്പോൾ, അതായത് പൊതുപ്രവർത്തനം എന്ന നിലയിൽ ചേച്ചി ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ ചേച്ചി കൊണ്ട് ഒരുപാട് സമയമുണ്ട് അല്ലേ ചേച്ചി? അത് എങ്ങനെ ചേച്ചി ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ എനിക്ക് സമയമില്ല. കാരണം ഞാനിപ്പോ അധികം തൃശ്ശൂരായതുകൊണ്ടാണ് ഞാൻ അധികം ടിവിയിലൊന്നും വരാത്തത്. അപ്പൊ ഞാൻ KPC ജനറൽ സെക്രട്ടറിയാണ്. ഒരു ജനറൽ സെക്രട്ടറിക്ക് ഇന്ന ചാർജ് എന്ന് പറഞ്ഞ് തരും. അപ്പൊ അങ്ങനെ തരുമ്പം ഞാൻ അവിടെ ആയിരിക്കും. അപ്പം ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടി വിയിൽ വരാനൊന്നും ഉത്തരം വരാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ചേച്ചി അവിടെ പോയി. പക്ഷെ ഞാൻ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഞാൻ പോളിറ്റിക്സിൽ തൃശ്ശൂർ രാഷ്ട്രീയത്തിലുണ്ട്. ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുരളിച്ചേട്ടൻ, പത്മ ചേച്ചി, ഇത് ഞങ്ങളുടെയൊക്കെ വ്യൂ പോയിന്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ ബ്രദറും സിസ്റ്ററും, നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ടോ? ഇല്ല, മുമ്പൊക്കെ അത് പറയാം. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ തോന്നി അപ്പം ഞാൻ വിളിച്ച് ഫോണിൽ പറയാം. അതുകൊണ്ട് പിന്നെ പ്രശ്നം അപ്പം തീരും. മറ്റേത് ഞാൻ കുറേ കാലം പറയാണ്ട് വെച്ചിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം നാച്ചുറലി എന്തെങ്കിലും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും. പക്ഷേ അന്ന് ഇടയിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അച്ഛൻ തീർത്ത് തരും. ഇന്നിപ്പോൾ അതില്ലാന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ എന്നെ വിളിച്ച് 2 ചീത്ത പറയും, ഞാനത് കേൾക്കും. അതേമാതിരി എനിക്ക് വല്ലതും പറയാണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് പറയും. അപ്പം അവിടെ തീർന്നു പ്രശ്നങ്ങൾ. അല്ലാണ്ട് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് അത് വലുതാക്കി അതിനേക്കാളും നല്ല അപ്പം വിളിച്ചു പറഞ്ഞു. പിന്നെ എനിക്കൊരു ബോധ്യമുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ആകെ ഒരു ചേട്ടനേ ഉള്ളൂ. ഞങ്ങൾ 2 മക്കളാണ്, അച്ഛനും അമ്മയില്ല. എനിക്ക് ആകെയുള്ള ചേട്ടനാണെന്ന് എനിക്കറിയാം, എൻ്റെ രക്തബന്ധം. ചേട്ടനും അറിയാം, പത്മജയേ ഉള്ളൂ എനിക്കൊരു. ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ മുരളിച്ചേട്ടനോട് ചോദിക്കുക, ചേട്ടാ ഞാൻ ഇങ്ങനെ എടുക്കട്ടെ? അല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ഞാൻ ഇത്തിരി സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും അത് ശരിയല്ല. പക്ഷെ എൻ്റെ തീരുമാനങ്ങൾ പൊതുവെ ചേട്ടൻ കുറ്റം പറയാറില്ല. ചേട്ടനൊരു തോന്നലുണ്ടാവും കറക്റ്റായിട്ട് എടുക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും അങ്ങനെ ചിലപ്പോൾ നമുക്കും തെറ്റ് പറ്റുമല്ലോ. അപ്പോൾ ചേട്ടൻ പറയും വേണ്ട, അത് ചെയ്യണ്ട, പിന്നെ ചെയ്യാം എന്ന് പറയും. അതായത് എന്നെ വേദനിപ്പിക്കാണ്ട് അങ്ങനെ പറയും. അങ്ങനെ സോഫ്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പം ഞാൻ ചെയ്യില്ല. കാരണം അങ്ങനെ നമുക്കെല്ലാം അറിയാന്നുള്ളൊരു തോന്നില്ല. നമ്മളെക്കാളും താണ ആളുകൾക്കായിരിക്കും കൂടുതൽ അറിയാം. എനിക്ക് പല അറിവുകളും കിട്ടുന്ന ട്രെയിനിലൊക്കെ പോകുമ്പം ഞാൻ നല്ലോണം ആൾക്കാരോട് സംസാരിക്കും. എല്ലാവരും ആയിരിക്കും കരുണാകരൻ്റെ മകളെ സംസാരിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അവരോട് ചാടിക്കയറി അങ്ങോട്ട് സംസാരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ അവർ മനസ്സങ്ങ് തുറക്കും നമ്മളോട്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഭയങ്കര നല്ല ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ബുക്ക് വായിച്ചതിനേക്കാളും കൂടുതൽ
ആൾക്കാരോട് വർത്താനം പറയുമ്പോഴത്തേനാ കിട്ടണം. ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ ഈ കരുണാകരൻ സാറിന്റെ മകൾ പത്മജ നമ്മളോടൊക്കെ മിണ്ടുവോ എന്നൊക്കെ രീതി, ഈ പറഞ്ഞ ഒരു സൈക്കോ എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ചേച്ചിയൊക്കെ എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ചേച്ചി ഇപ്പൊ തന്നെ കണ്ടില്ല എന്നാ നല്ല വർത്താന. ഇത് തന്നെ ചേച്ചി അങ്ങ് മാറ്റിയെടുത്തു കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാലോ. ചേച്ചി ഇപ്പൊ ഈ രാഷ്ട്രീയത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈ വിഷുവിനായാലും ഓണത്തിനൊക്കെ ആയാലും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും? എല്ലാവരും കൂടും. അത് മക്കളൊക്കെ വരും, എല്ലാവരും ഒരുമിച്ച് കൂടും. ചിലപ്പോൾ ഉണ്ടെങ്കിൽ മുരളിയേട്ടൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടെങ്കിൽ മുരളിയേട്ടൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ മുരളിയേട്ടനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളെന്ത് ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെ ഞങ്ങളൊക്കെ കളഞ്ഞു കൂടും. അപ്പം അങ്ങനെ ഒരു സ്വഭാവം. എന്നാലും പറ്റുന്ന മാതിരി കൂടാൻ നോക്കും. അല്ലെങ്കിൽ ബന്ധുക്കളുടെ കല്യാണമൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടണം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊരു നിയമമാണ്. കൂടും നമ്മൾ. തൃശ്ശൂര്, കണ്ണൂരുണ്ട് അച്ഛൻ്റെ വീട്ടുകാരൊക്കെ. ശരിക്കും അച്ഛനും അമ്മയും കണ്ണൂരാണ്. പിന്നെ അവർ വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ് തൃശ്ശൂർ അമ്മയുടെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ബന്ധുക്കളെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കെട്ടി കണ്ണൂർ വരെ പോകേണ്ടി വരും. പക്ഷെ എന്നാലും പോവും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ വീടായിട്ടും അച്ഛൻ്റെ വീടായിട്ടും നല്ല ബന്ധമാണ് എല്ലാവരുമായിട്ട്. ചേച്ചി ഇപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി മരുമക്കളുമായിട്ടൊക്കെ ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആണെന്ന്. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേണുചേട്ടനും ലീഡറും തമ്മിൽ എങ്ങനെയായിരുന്നു? അയ്യോ, അവര് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, മുരളിയേട്ടന് പലപ്പോഴും അസൂയ തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വരുമാൻ്റെ അടുത്ത്. കാരണം ആളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ അച്ഛനെ നോക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ട്രിവാൻഡ്രം എറണാകുളം എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ മടി പിടിക്കില്ല. അപ്പോൾ 2 ദിവസം വൈകിയ ഡോക്ടർ എന്നെ ചോദിക്കും, എൻ്റെ അച്ഛനോട് ഒറ്റയ്ക്കുള്ളൂ, പൊക്കോളൂ എന്ന്. അപ്പം അങ്ങനെ ഉള്ളൊരു ഭർത്താവിനെ കിട്ടിയാണ് എനിക്ക് ഏറ്റവും വലിയ, അത് അച്ഛൻ്റെ ഭാഗ്യം എന്നാണ് ഞാൻ പറയാം. കാരണം എൻ്റെ കൂടെ ഹസ്ബൻഡ് അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മ ബാക്കിയെല്ലാ കാര്യം നോക്കിക്കോളും, കുട്ടി പൊക്കോളൂ എന്ന് പറയും എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ അച്ഛനെ നോക്കാൻ എനിക്ക് പറ്റിയത് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയോണ്ടാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? പൊതുവെ വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്നാലും എല്ലാം കഴിക്കൂട്ടെ. ഏറ്റവും വലിയ ഗുണം, നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും മോശമെന്ന് പറയില്ല. അതാണ് ഏറ്റവും ഞാൻ പഠിക്കാൻ തന്നെ കാരണം അതാണ്. കാരണം പണ്ടൊക്കെ ഞാൻ വീട്ടിലൊക്കെ പരീക്ഷിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ മുരളിയേട്ടൻ ഭയങ്കര കളിയാക്കലാണ്. എന്തുണ്ടാക്കിയാലും നമ്മൾ അവിയലുണ്ടാക്കിയോ എന്ത് നീ സാമ്പാറായി പോയതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു മടുപ്പ് വന്നു. അതേ മനസ്സോടിട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയത്. പക്ഷെ ഹസ്ബൻഡ് നേരെ വരെ ഇതായിരുന്നു, സാരിലെ കുട്ടി കുറച്ചും കൂടി നന്നാക്കണ്ട, അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോത്സാഹനം തരും. ആളാണ് ശരിക്കും, ആളും അമ്മയും കൂടിയിട്ടാണ് എന്നെ ശരിക്കും കുക്കിംഗ് പഠിപ്പിച്ചത്. ചേച്ചി ആദ്യം ഏതാ പഠിച്ചേ? ഞാൻ വെജിറ്റേറിയനെ പഠിച്ച, ആൾക്കത് ഇഷ്ടമുള്ളതുകൊണ്ട്. എൻ്റെ അച്ഛൻ കല്യാണം ആലോചിക്കാൻ പോയപ്പം ഏറ്റവും തമാശയുള്ളൊരു കാര്യം, കല്യാണം കഴിക്കാൻ പോയിട്ട് എല്ലാം കല്യാണമൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് അച്ഛൻ ചോദിച്ചു, ഈ വീട്ടിൽ നോൺ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല കഴിക്കും, മകൻ കഴിക്കും, ഞങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല, പക്ഷെ ഞങ്ങൾ വെക്കും. അപ്പോൾ ഇറങ്ങിയപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു. അമ്മ ഇങ്ങനെയാണ് ഒരു വീട്ടിൽ പോയിട്ട് ചോദിക്കുക. ഉടനെ അച്ഛൻ പറയാം, അതെ ഇല്ലെങ്കിൽ എപ്പോൾ ഡൈവോഴ്സ് നടക്കുന്നു. എൻ്റെ മോളുടെ ഇവിടെ നോൺ കഴിക്കാൻ പറ്റില്ല, അവൾ ഇറങ്ങി പോരും. അപ്പൊ അതുകൊണ്ട് ആദ്യം അത് അങ്ങനെ പ്രാക്ടിക്കൽ അച്ഛൻ. ശരിക്കും ഒരു അച്ഛൻ അത് ചെയ്യില്ല. അച്ഛൻ ഭയങ്കര പ്രാക്ടിക്കൽ അച്ഛൻ. ഈ ഒറ്റ കാരണം മതി ഇവിടെ ഡൈവോഴ്സ് നടക്കാൻ. അല്ല ശരിക്കും ലീഡറിനെ പറ്റി ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ എന്നാ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു അല്ലേ? അതിനകത്ത് മനസ്സിനകത്തൊന്നും വെച്ചോണ്ടല്ലോ എല്ലാം കറക്റ്റ് ആയിട്ട് അത് അറിയാം ആൾക്ക്. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആൾക്ക് നല്ലോണ്ട്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ നന്നായി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കും. പിന്നെ എല്ലാത്തിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജാണ് ആൾക്ക് കൂടുതലും. എപ്പോഴെങ്കിലും അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവും എന്നൊരു ചർച്ച വന്നിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ആ ഇലക്ഷനിലാണ് അച്ഛൻ തൃശ്ശൂർ, അത് അറിയുന്ന ആരൊക്കെയോ കൂടി അദ്ദേഹത്തിനെ തോൽപ്പിച്ചു. പ്രാവശ്യം എത്രയോ 1200 വോട്ടിനാണ് ഒരു പാർലമെന്റിൽ തോറ്റത്. അത് മനഃപൂർവ്വം തോൽപ്പിച്ചു നമുക്കറിയാം. പിന്നെ എത്രയോ പ്രധാനമന്ത്രിമാരെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദേവഗൗഡ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്. അന്ന് ഞാനവിടെ കൃഷ്ണമേനോൻ മാർഗിൽ വീട്ടിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ ടി വി ഞാൻ കണ്ടുകൊണ്ട് എടുക്കുക. അപ്പം നമ്മളിങ്ങനെ ടി വിയിൽ കാണുന്നുണ്ട് ദേവഗൗഡ ഇതാവണം. അപ്പോൾ ഇങ്ങനെ ഒരു 11 മണി 11:30 ആയിട്ടുണ്ട്. ആരോ വന്ന് വാതിൽ മുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാന്ന് വെച്ചപ്പോൾ അച്ഛനാ മോളെ തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ വാതിൽ പറഞ്ഞപ്പോൾ ദേവഗൗഡ വെക്കണം എൻ്റെ ബെഡ്റൂമിൻ്റെ പുറത്ത്. ഞാൻ എന്താ വിട്ടു, കാരണം നമ്മൾ ടി വിയിൽ കാണുന്ന ദേവഗൗഡ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, ഞാൻ ചോദിച്ചു അപ്പോൾ മോള് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ അച്ഛനും ദേവഗൗഡയും എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നത്. ഒത്തിരി നേരമായില്ലേ വർത്താനം പറഞ്ഞ ലീഡർ സാറിന്റെ വർത്താനം കേൾക്കുമ്പോഴത്തേ അങ്ങ് സ്പിരിറ്റും ഒക്കെ കേറുക. ഞാൻ ഇനി ചേച്ചിക്ക് ചൈനീസും ഇന്ത്യനും എല്ലാം കൂടിയിട്ടുള്ള നല്ല സ്വാദുള്ളൊരു ചിക്കൻ.
ചേച്ചി നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാർട്ടൂൺസ് വന്നിട്ടുണ്ട്, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ശരിക്കും ചേച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മുരളിച്ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ശരിക്കും നമ്മൾ അത് കേൾക്കുമ്പോഴേ നമുക്ക് ഓക്വേർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, പ്രയാസം തോന്നിയിട്ടുണ്ടോ, അതോ സ്പോർട്ടീവായിട്ട് എടുത്തിട്ടുണ്ട്? സ്പോർട്ടീവായിട്ട് എടുത്തിട്ടില്ല. എന്താ അറിയാം, അതായത് അച്ഛൻ പറയേണ്ട ഒരു കമന്റ് എന്താ വെച്ചാൽ അതും തമാശയെ കൂടി എടുക്കട്ടെ. എനിക്ക് അങ്ങോർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഒരാൾ ജീവിച്ചു പോണ്ടല്ലോ എന്ന്. ചേച്ചി എന്റർടൈൻമെന്റ്സ് ആയിട്ട് സിനിമയൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ടോ? സിനിമ കാണാറുണ്ട്. ഇനിയിപ്പോ അഥവാ കണ്ടില്ലെങ്കിലും ഞാൻ സീഡി എടുത്തെങ്കിലും കാണും വീട്ടില്. എനിക്ക് പൊതുവെ തമാശകള് കൂടുതൽ കാണാൻ ഇഷ്ടം. അപ്പൊ മോഹൻലാല് പണ്ട് ജഗതി കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് സീരിയസ് റോളുകളൊക്കെ ആണ് അഭിനയിക്കുന്നത്. അപ്പൊ ആസ് ആൻ ആക്ടർ മമ്മൂട്ടി നല്ലതാണ്, പക്ഷെ ഞാൻ എൻജോയ് ചെയ്യണത് മോഹൻലാലിന്റെ സിനിമകളാണ്. അങ്ങനെ നോക്കാൻ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ തമാശയുള്ളത്, കാരണം നമ്മളൊക്കെ വിഷമങ്ങൾ മറക്കാനാണ് സിനിമയ്ക്ക് വരിക. അവസാനം കരഞ്ഞു പിടിച്ചു പോരെങ്കിൽ വലിയ വിഷമം. അതുകൊണ്ട് ആദ്യം ആരെങ്കിലും പോകുമ്പോഴേക്കും അവസാനം സങ്കടമാണോ സന്തോഷമാണോ ചോദിച്ചിട്ട് ഞാൻ പോകുള്ളൂ. ഇത് നമ്മളൊക്കെ സിനിമ കാണാൻ പോകുന്ന പോലെ ഞാൻ നല്ല സിനിമകൾ എൻജോയ് ചെയ്യട്ടെ. അതിലത്തെ എന്ന് വെച്ചിട്ട് എനിക്ക് അവാർഡ് ഇങ്ങനത്തെ പടങ്ങളില്ലേ എന്നോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് നമുക്ക് ജീവിതമായിട്ടൊരു ബന്ധമില്ലാത്ത സിനിമകൾ കാണുന്നതിനോട് അതെനിക്ക് ചിലപ്പോൾ തോന്നി ഇവരെന്തിനു അവാർഡ് കൊടുത്തേ. എന്നിട്ട് പണ്ട് എനിക്ക് ഏതോ ഒരു സിനിമ കണ്ടപ്പം അതിലൊരു കുതിര ഇങ്ങനെ ഭയങ്കര നിശബ്ദമായിട്ടിരിക്കുക. അപ്പം കുതിര മാത്രം ചേർന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഏട്ടാ, കുതിര നീയെങ്കിലും ഒന്നും മിണ്ടിയല്ലോ. അതായത് നമ്മുടെ ജീവിതം എങ്ങനെയാണോ, നിശബ്ദമായിട്ട് ആരും മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുക, ഒരാൾ അഴിഞ്ഞഴഞ്ഞ് നടക്കുക, അതല്ലല്ലോ നമ്മുടെ ജീവിതം. നമ്മളൊക്കെ നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അതെ കുറച്ച് വഴക്ക് ബഹളം ചിരി, അതൊക്കെയല്ലേ നമ്മുടെ ജീവിതം. അല്ലാണ്ട് ഫാസ്റ്റ് ലൈഫാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റും കൂടെ ഞാൻ വാച്ച് ചെയ്ത ഒരു കാര്യം പറയട്ടെ. ചേച്ചിയുടെ വേ ഓഫ് ഡ്രസ്സിങ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിർത്താൻ നോക്കുവേ. എന്നാന്ന് വെച്ചാൽ ചേച്ചി ഒരു പൊളിറ്റീഷ്യൻ വൈസ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇറങ്ങുവാണെങ്കിൽ ചേച്ചിയുടെ ഡ്രസ്സിങ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്, അല്ലാതെ പോവാണെങ്കിൽ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ചേച്ചിക്ക് ശരിക്കും ഫാഷൻ ഡിസൈനേഴ്സ് ആരെങ്കിലും ഉണ്ടോ, അത് സ്വന്തമായിട്ട്? അതായത് എൻ്റെ അച്ഛന് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇങ്ങനത്തെ കാര്യത്തിൽ, നന്നായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു കളർ ഇതെനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അച്ഛനൊരു സാരി എടുത്തുകൊണ്ട് വെച്ചാൽ അതിൻ്റെ വ്യത്യാസം അറിയാം, നല്ല കളറൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ. അതുമാതിരി നമ്മൾ ഡള്ളായിട്ടുള്ള എന്തെങ്കിലും കൊടുത്ത് അച്ഛൻ പറയും എന്തിനാ അങ്ങനെ കൊടുത്ത്, കുറച്ച് ജീവിതം ഒന്നേ ഉള്ളൂ, നല്ല കളർഫുള്ളായിരിക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ. അപ്പം നമ്മൾ ഈ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഓഫ് വൈറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പം അച്ഛൻ പറയും ഇതിലൊന്നും വലിയ കാര്യമില്ല, പിന്നെ നമ്മൾ ഒരു സംസ്കാരം അങ്ങനെയാണ്, കൂടുതൽ എടുത്താൽ അവരെന്തോ ഇത്. അപ്പം അങ്ങനെ പറയില്ല. അല്ലാത്ത സമയത്ത് അച്ഛന് കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ആ ഒരു സ്വഭാവം എനിക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ ഒരു സാരി തന്നെയാണെങ്കിലും അതെടുത്ത് ഞാൻ ഡിസൈൻ ചെയ്യും, അങ്ങനെയാണ്. അതായത് ഇപ്പൊ ഈവൻ കോട്ടൺ സാരി ആണെങ്കിൽ പോലും പലരും പറയും എന്ത് രസം. എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ, ചേച്ചി ഇത്രയും നേരം നമ്മളോട് വർത്താനം പറഞ്ഞു. ഇതിനകത്ത് കരുണാകരൻ സാറിന്റെ മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ജാടയോ അഹുങ്കോ ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ, ചേച്ചി നമ്മളെപ്പോലെ ഒരു വീട്ടമ്മയാ. എന്നാ കാര്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് ചെന്ന് പറയുക, അല്ല ചേച്ചിയോട് ഒരു മറ ഇട്ടേച്ചൊന്നും വർത്താനം പറയല്ല. അത് മാത്രമേ ചേച്ചി എല്ലാവരോടും പറയാനില്ല. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണാം. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ കുട്ടിക്കാലം തൊട്ട് അനുഭവിച്ചുള്ളൊരു സങ്കടമാണത്.